അതൊരു പ്രസക്തമായ ചോദ്യമാണോ എന്നെനിക്ക് ആമുഖത്തിൽ തന്നെ സംശയമുണ്ട്. കാരണം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇന്ന് കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ചോദ്യത്തിന്റെ ഭാഗികമായ കാര്യം ശരിയാണ്. അദ്ദേഹം പഴയകാല കോൺഗ്രസിന്റെ പ്രവർത്തകരും നേതാവുമാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാണ്. ആ പദവിയിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് സർക്കാരിന്റെ കൂടെ സംയുക്ത നേതൃത്വത്തിൽ സെപ്റ്റംബർ മാസം 20-ന് പമ്പയുടെ മണൽ തീരം ആഗോള സ്വഭാവമുള്ള ഒരു വിശ്വാസ സംഗമത്തിന് കൂടെ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുകയാണ്. അത് ഏതെങ്കിലും ഒരു സവിശേഷ മതവിഭാഗത്തിന്റെ പ്രത്യേക സംഗമം എന്ന നിലയിൽ മാത്രമല്ല. ശബരിമല നമുക്കെല്ലാവർക്കും അറിയാം. ചുരുങ്ങിയ പക്ഷം സുകുമാർ അഴീക്കോട് മാഷിന്റെ ആദ്യത്തേതും പ്രസക്തവുമായ സുപ്രസിദ്ധ നോവൽ തത്വമസി അത് നീ തന്നെയാകുന്നു എന്ന അങ്ങേയറ്റം മതനിരപക്ഷമായ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രഖ്യാപനം അത് ഉണർന്നു നിൽക്കുന്ന മണ്ണാണ് ശബരിമല. ആ ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആഗോള അയ്യപ്പ സംഗമത്തിന് കേരളത്തിലെ ഗവൺമെന്റും ജനങ്ങളും നേതൃത്വമാകുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ആഭിമുഖ്യമുള്ളവരുടെ മാത്രം നേതൃത്വം നടത്തപ്പെടുന്നു എന്ന നിലയിലല്ല. ഇതിനോടകം ശബരിമലയിൽ ചരിത്രാതീതമായ പങ്കുള്ള മലയര സഭ, KPMS, കേരള ദലിത് ഫെഡറേഷൻ, നായർ സർവീസ് സൊസൈറ്റി, ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം എന്നിങ്ങനെ വിവിധ വിഭാഗത്തിൽപ്പെട്ട കേരളീയ നവോത്ഥാന ചരിത്രത്തിൽ പങ്കുവഹിച്ചിട്ടുള്ള സമുദായ സംഘടനകൾ, അതോടൊപ്പം കേരളത്തിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ, BJP നേതാക്കന്മാർ, യൂണിയൻ ഗവൺമെന്റിന്റെ പ്രതിനിധികൾ, കർണാടക മന്ത്രിസഭയിലെ അംഗങ്ങൾ, തെലങ്കാന മന്ത്രിസഭയിലെ അംഗങ്ങൾ, ആന്ധ്രാപ്രദേശ് മന്ത്രിസഭയിലെ അംഗങ്ങൾ, വിദേശത്തു നിന്നുള്ള 500-ലധികം വരുന്ന ആളുകൾ എന്നിങ്ങനെ വ്യത്യസ്ത വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട 3000-ലധികം വരുന്ന ആളുകൾ സംഗമിക്കുന്ന ഒരു ചരിത്ര മുഹൂർത്തത്തിനാണ് കേരളം സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിനോടകം അതുകൊണ്ട് തന്നെ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും, എനിക്ക് തോന്നുന്നു ചില BJP നേതാക്കന്മാരടക്കം RSS നേതാക്കന്മാരുടെ പരസ്യ പ്രതിഷേധത്തിനും തള്ളിപ്പറയലുകൾക്കും ഒക്കെ നടുവിൽ ചില BJP നേതാക്കന്മാർ, കേന്ദ്ര സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരടക്കം ഇതിനോട് പിന്തുണ പ്രഖ്യാപിക്കുകയും ഇതിൽ പങ്കെടുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. UDF-ന്റെ നട്ടെല്ലെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന കേരളത്തിലെ അവരുടെ ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് അർത്ഥസംഖ്യകൾക്കിടയില്ലാത്ത ഇതിനോടകം പിന്തുണ പ്രഖ്യാപിക്കുകയും അതിന്റെ ഭാഗമാകും. അപ്രസക്തമാണ് ആദ്യം ഈ ചോദ്യമെന്ന്. പക്ഷേ അത് പ്രസക്തമാണ് എന്ന് തോന്നുന്നതിന്റെ കാരണം പറയാം. ഇപ്പൊ BJP കൃത്യമായൊരു നിലപാട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഇത് രാഷ്ട്രീയ നാടകമാണ്, ഇത് ഹിന്ദു വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള തട്ടിപ്പാണ്, ഇത് കച്ചവടമാണ് എന്നൊക്കെ. പക്ഷേ ഒരു പരിധി വിട്ട് UDF ഒന്നും പറഞ്ഞിട്ടില്ല. അവരിതിൽ പങ്കെടുക്കണമോ വേണ്ടയോ, ഈ രക്ഷാധികാരികളിൽ ഒരാളുടെ എന്ന നിലയിലുള്ള സ്ഥാനം അലങ്കരിക്കണോ വേണ്ടയോ, ഈ കാര്യങ്ങളിലൊക്കെ അവ്യക്തതയും നിശബ്ദതയുമാണ്. ഇന്നിപ്പോൾ 7:30 അവരുടെ UDF ഓൺലൈൻ യോഗം നടക്കുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം അതിലൊരു വ്യക്തത വരുമോ? ഈ അവ്യക്തതയിൽ നിൽക്കുന്നത് കൊണ്ടാണോ പ്രശാന്തുമായി മുഖാമുഖം പോലും കാണാൻ സതീശൻ വിമുഖത കാട്ടുന്നത്? അതോ അതിനപ്പുറത്ത് അവരേതെങ്കിലും രാഷ്ട്രീയ ആശയക്കുഴപ്പത്തിലാണോ?